നമസ്കാരം. ഡൽഹിയിൽ മാതാപിതാക്കളെയും സഹോദരിയെയും യുവാവ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ തെളിയുന്നത് യുവാവിന് പിതാവിനോടുള്ള വൈരാഗ്യം. ഡൽഹിയിലെ നെബ്സറായിൽ ഒരു കുടുംബത്തിലെ 3 പേരെയായിരുന്നു ഇന്നലെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഡൽഹി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയും ബോക്സറുമായ അർജുൻ തൻവാർ ആയിരുന്നു കൊലപാതകത്തിൽ അറസ്റ്റിലായത്. രാജേഷ്, കോമൾ, മകൾ കവിത എന്നിവരായിരുന്നു കുത്തേറ്റ് മരിച്ചത്. മാതാപിതാക്കളുടെ വിവാഹ വാർഷിക ദിനത്തിലായിരുന്നു അർജുൻ കൊലപാതകം നടത്തിയത്. മാതാപിതാക്കൾ സഹോദരിയെ കൂടുതൽ സ്നേഹിക്കുന്നതിൽ തോന്നിയ പകയായിരുന്നു കൊലപാതകത്തിന് പിന്നിലെന്നായിരുന്നു നേരത്തെ പുറത്തു വന്ന വിവരം. എന്നാൽ സ്വന്തം പിതാവിനോട് തോന്നിയ പക തന്നെയായിരുന്നു കൊലയ്ക്ക് പ്രധാന കാരണം. സംസ്ഥാനതല ബോക്സറാണ് അർജുൻ. അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹ വാർഷിക ദിവസം തന്നെ കുറ്റകൃത്യം നടത്താനായി മനഃപൂർവ്വം ഇയാൾ തിരഞ്ഞെടുക്കുകയായിരുന്നു. ആർമിയിലായിരുന്ന പിതാവ് നന്നായി പഠിക്കാത്തതിന് തന്നെ ശകാരിക്കാറുണ്ടായിരുന്നെന്ന് ഇയാൾ പോലീസിനോട് വെളിപ്പെടുത്തി. സമീപകാലത്തും ഇത്തരം സംഭവം ഉണ്ടായിരുന്നു. ബോക്സിങ്ങിനോട് ഇയാൾക്ക് ഏറെ താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ പിതാവിന് ഇതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ ബോക്സിങ്ങിൽ നിന്ന് അർജുനെ പിന്തിരിപ്പിക്കാനും ശ്രമിച്ചിരുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് വഴക്ക് പറയുന്നതും കടുത്ത അപമാനബോധമായിരുന്നു ഇയാളിൽ ഉണ്ടാക്കിയത്. ആരും തന്നെ പിന്തുണയ്ക്കാത്തതിലും കുടുംബത്തോട് യുവാവിന് കടുത്ത പകയുണ്ടായി. ഈ അവഗണനയും ഒറ്റപ്പെടലും പ്രതികാര ചിന്ത വർദ്ധിപ്പിച്ചു. സഹോദരി കവിതയ്ക്ക് അച്ഛൻ സ്വത്ത് എഴുതി നൽകാൻ തീരുമാനിച്ചതായി അടുത്തിടെ താൻ അറിഞ്ഞിരുന്നുവെന്നും അർജുൻ പോലീസിനോട് പറഞ്ഞു. ഇന്നലെ രാവിലെയോടെയായിരുന്നു ഡൽഹിയിലെ നെബ്സറായിൽ ഒരു കുടുംബത്തിലെ 3 പേരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. താൻ പതിവ് പ്രഭാത നടത്തത്തിന് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് കുടുംബത്തെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് എന്നായിരുന്നു മകൻ അർജുൻ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ കൂടുതൽ അന്വേഷണത്തിൽ ഈ കഥ പൊളിയുകയായിരുന്നു. മോഷണ ശ്രമത്തിന്റെ തെളിവുകളൊന്നും പോലീസിന് ലഭിച്ചിരുന്നില്ല. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴും സംശയാസ്പദമായ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നാലെ അയൽക്കാരെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. എന്നാൽ വീട്ടുകാരും സമീപവാസികളും തമ്മിൽ യാതൊരു തർക്കവും നിലനിന്നിരുന്നില്ല എന്നും ഈ അന്വേഷണത്തിൽ തെളിഞ്ഞു. ഇതോടെയാണ് പോലീസിന്റെ അന്വേഷണം മകന് നേരെ തിരിഞ്ഞത്. യുവാവിന്റെ മൊഴികളിൽ ധാരാളം വൈരുദ്ധ്യങ്ങളുള്ളതായി പോലീസ് ശ്രദ്ധിച്ചിരുന്നു. അന്വേഷണത്തെ വഴിതെറ്റിക്കാനായിരുന്നു ആദ്യം മുതൽ അർജുൻ ശ്രമിച്ചത്. എന്നാൽ തുടർച്ചയായ ചോദ്യം ചെയ്യലിൽ അർജുൻ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. തുടർന്ന് കുറ്റം സമ്മതിക്കുകയായിരുന്നു. പിതാവിന്റെ കത്തി ഉപയോഗിച്ചാണ് വിവാഹ വാർഷിക ദിനത്തിൽ തന്നെ യുവാവ് കൊല നടത്തിയത്. അതിരാവിലെ ഉറക്കത്തിലായിരുന്ന മൂവരെയും കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തി. ആദ്യം സഹോദരി കവിതയും പിന്നീട് അച്ഛനെയും അമ്മയും കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത്. ശേഷം ആർക്കും സംശയം തോന്നാതിരിക്കാൻ പുലർച്ചെ 5:30 ഇയാൾ പതിവ് പ്രഭാത നടത്തത്തിനിറങ്ങി. നിലവിളി കേട്ടെത്തിയ നാട്ടുകാരോട് താൻ രാവിലെ നടക്കാൻ പോയതാണെന്നും മടങ്ങി വന്നപ്പോൾ കണ്ടത് മൃതദേഹങ്ങളാണെന്നുമായിരുന്നു അർജുൻ പറഞ്ഞത്. തങ്ങളെത്തുമ്പോൾ അർജുൻ കരയുകയായിരുന്നുവെന്നും അയാളാണ് തങ്ങളോട് വിവരം പറഞ്ഞതെന്നുമായിരുന്നു അയൽവാസികളും വെളിപ്പെടുത്തി.